ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് AJ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ പുതിയൊരു വ്ളോഗായിട്ട് വന്നേക്കാണ്. ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട്. കാനഡയിലുള്ളവർക്ക് വലിയ പ്രത്യേകത ഉണ്ടാവില്ല, പക്ഷേ നാട്ടിലുള്ളവർക്കൊക്കെ ഞാൻ പുതിയൊരു വ്ളോഗായിട്ട് വന്നേക്കാണ്. അതായത് ഇവിടെ നല്ല സ്നോഫോളൊക്കെ പെയ്ത് ഇരിക്കുകയാണ്, ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ് കാണില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോവാം. സാധാരണ വീട്ടിലിരിക്കാറാണ് പതിവ്. അപ്പോൾ ഇതിപ്പോൾ തണുപ്പധികം ഇല്ല, പക്ഷെ സ്നോ നല്ലപോലെ പെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കാറാണ് കാണുന്നത്. അപ്പോൾ അത് ക്ലീൻ ആക്കണം, എന്നിട്ട് പതുക്കെ വണ്ടി എടുത്ത് നോക്കണം ഏതുവരെ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും നിങ്ങൾക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം, മഞ്ഞിലുള്ള കാഴ്ചകളെ. പ്ലാനിലാണ്. ചുറ്റുള്ള അവസ്ഥ അങ്ങനെ കാറൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ നേരെ ടിമ്മി പോയി. കാരണം കാറൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കിനും എല്ലാവർക്കും ഭയങ്കര തണുപ്പൊക്കെ. അപ്പം നമ്മൾ വിചാരിച്ചു നേരെ ടിമ്മി പോയി ഒരു ചൂടുള്ള കാപ്പിയൊക്കെ വാങ്ങിച്ച് നമുക്ക് പോവാന്ന്. അങ്ങനെ പോണ വഴിക്ക് ഹൈവേയിൽ, ഇതിവിടെ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്, ഹൈവേയിൽ ഇങ്ങനെ ആക്സിഡൻസ്, അതായത് മഞ്ഞത്ത് നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ കുഴിയിൽ കിടക്കും. അപ്പോൾ അതാണ് ഈ കാണുന്ന കാഴ്ച. അപ്പോൾ ആ ഒരു സ്ഥലത്തെ ആക്സിഡൻറ്റ് കാരണം ഒരു 1-2 കിലോമീറ്റർ നീളം ഉള്ളൊരു ട്രാഫിക് ജാമായിരുന്നു. അപ്പോൾ നമ്മളുടെ സൈഡ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അപ്പുറത്തെ സൈഡ് ഇതേമാതിരി വലിയ, എനിക്ക് തോന്നുന്നു 2 കിലോമീറ്റേഴ്സിനെക്കാട്ടും ഉണ്ട് തോന്നുന്നു. ഞങ്ങളപ്പോൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഫസ്റ്റ് ബ്രാൻഡ് ഔട്ട്ലെറ്റിലാണ്. ഇവിടെ കുറച്ച് ദൂരമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ എന്തിനാണ് ഓടിപ്പിടിച്ച് ഈ ആഴ്ച ഇവിടേക്ക് വന്നത്, ഈ മഞ്ഞത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്ക് തൊട്ട് ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ ആണ് കാനഡയിലും US-ലും. അപ്പോൾ ഇവിടെ എല്ലാ ബ്രാൻഡ്സിലും നല്ല നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടാവും. ഇവിടെ ഈ കനേഡിയൻസ് മോസ്റ്റ്ലി ഈ വീക്കാണ് മൊത്തം ഷോപ്പിംഗ് ഒക്കെ നടത്താം. വെറുതെ പോക്കറ്റിലത്തെ പൈസ കളയാനായിട്ടുള്ള ഒരു ഏർപ്പാട്. അപ്പോൾ ഞങ്ങൾക്കും കുറച്ച് വിൻ്റർ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും നിറച്ച് ഷോപ്സാണ്, പല പല ബ്രാൻഡ്സിൻ്റെ. എല്ലായിടത്തും ഇതേമാതിരി ഒരു 50% അല്ലെങ്കിൽ 70% ഓഫ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഈ മഞ്ഞത്ത് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു മഞ്ഞ് കാരണം ആരും ഇങ്ങോട്ട് വരില്ല, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് തൊട്ടാണ് ശരിക്കും സെയിൽ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വേഗം വന്നു കഴിഞ്ഞാൽ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കിട്ടുന്നു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ, ശരിക്കും ഇവിടെ തിരക്ക് നല്ല ആൾക്കാരുള്ളതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കടയിലും കയറി ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കുന്ന കാഴ്ചകളായിരിക്കും.
അങ്ങനെ നീണ്ട ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നല്ല വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി 2 അടിപൊളി ബർഗറൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസത്തെ അത്ര പോലത്തെ ഷോപ്പിംഗ് ഒന്നുമല്ല, 2-3 ഷോപ്പിലും കൂടി പോകേണ്ടതുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ കുറച്ച് റിട്ടേൺ ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെഫോറയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 1-2 സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രാമത്തെ ദിവസത്തെ ഷോപ്പിംഗ് ഡേ പറ. ഇതുവരെ എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ്? പിന്നെ അനുഭവം പറ. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ചയായിട്ടുള്ള ഷോപ്പിങ്ങിന്റെ അവസാനത്തെ ദിവസത്തിലാണ്. അങ്ങനെ നമ്മൾ ആദ്യം വന്നത് ഇവിടെ അടുത്തുള്ളൊരു മോളിലാണ്. അപ്പോൾ ആ മോളിൽ ഇപ്പോൾ ഈ സെയിലും പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എൻട്രൻസിൽ കൂടെ കയറി, കുറേ എൻട്രൻസ് ഉണ്ട്. ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മോൾ എന്ന് വേണമെങ്കിൽ പറയാം. വെസ്റ്റ് എഡ്മണ്ടൺ മോളാണ്. ഇത് നമ്മുടെ വീടിന് തൊട്ടടുത്താണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് ഇതേമാതിരി ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയ ഉണ്ട്. ഇത് അവരൊരു ഷിപ്പിൻ്റെ പോലെ, ഒരു ബോട്ടിൻ്റെ പോലെ അവർ പണിത് വെച്ചേക്കാണ്. ഇവിടെ ഇങ്ങനെ ബോട്ട് റൈഡ്, ചെറിയ ഇങ്ങനെ ബോട്ട് റൈഡ് പോലത്തെ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ സീലിൻ്റെ ഒരു വാട്ടർ ഷോ ഉണ്ട്. ഈ കാണുന്നത് ആ ഒരു ഏരിയ ആണ്. അപ്പം അങ്ങനെ ഇതിൻ്റെ കുറച്ചൊരു ഏരിയയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വാട്ടർ തീം പാർക്കും കൂടി ഉണ്ട്. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഇതാണപ്പോൾ മൊത്തം ഈ കണ്ട ഈ ബോട്ടിൻ്റെയൊക്കെ ഏരിയ. അതൊരു റെസ്റ്റോറൻ്റാണ് ആക്ച്വലി ആ ബോട്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി നമുക്ക് വല്ല പാർട്ടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. സെയിലായിട്ട് ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് മാത്രമല്ല ഷോപ്പിംഗ് നടത്തിയിട്ടുള്ളത്, ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് ഡെലിവറി അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ പോയിട്ട് അവരുടെ കളക്ഷൻ പോയിന്റിൽ പോയിട്ട് നമ്മൾ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പെയർ ഓഫ് ഷൂ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്ക് വാങ്ങിച്ചതല്ല. അപ്പോൾ നമ്മൾ ഓൺലൈനിലും ഷോപ്പിംഗ് ചെയ്ത് തകർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഈ ഷോപ്പിംഗ് സീരീസ് അവസാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.